തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയാണ് ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. ഭീമാവള്ളി സ്വദേശി BV അസൂറ അവരുടെ ചികിത്സയാണ് ഇടത് കണ്ണിൽ എടുക്കേണ്ട കുത്തിവയ്പ് വലത് കണ്ണിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ ചെയ്തത്. ഇപ്പോൾ BV അസൂറയുടെ മകൻ മാജിദ് നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇടത് കണ്ണിനായിരുന്നു ഓൾറെഡി കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായി കാഴ്ച മങ്ങലായിരുന്നു. ഇത് എന്താ പറയാ, ബ്ലഡ് പ്രഷർ കൂടി അങ്ങനെ കണ്ണിനെ ബാധിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇന്നലെ ആയിരുന്നു ഓപ്പറേഷന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഇടത് കണ്ണെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം വലത് കണ്ണിലോട്ട് ഇഞ്ചക്ട് ചെയ്യായിരുന്നു. അപ്പം ഇത് ഈ എന്താ പറയാ, മരവിപ്പെല്ലാം മാറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ അമ്മക്ക് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പോയി ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് അത് കണ്ണിൽ ചെറിയൊരു ചോപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കണ്ണിൽ എടുത്തതെന്നാണ് പറയുന്നത്. ഡോക്ടറായിരുന്നു? സുജീഷ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. സുജീഷ്, ഡോക്ടർ സുജീഷ്. എന്താ ഉമ്മയ്ക്ക് പിന്നീട് ഇത് വലിയ ബുദ്ധിമുട്ടായി മാറിയോ? ബുദ്ധിമുട്ട് ഇപ്പം ചെറിയ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം വരും ദിവസങ്ങളിൽ അതിന്റെ ബാക്കിയുള്ള എന്താ പറയാ റിയാക്ഷൻ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഡയറക്ടർ പോയി സംസാരിച്ചിട്ടുണ്ട്. തുടർ ചികിത്സ അവർ അടുത്ത ഈ വരുന്ന 12-ാം തീയതി കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 12-ാം തീയതി വന്നാൽ മതി. അതുവരെ നിലവിൽ പ്രശ്നമുള്ള കണ്ടപ്പോ എന്ത് ചെയ്യും? അതെന്താ പറയുന്നത്? നിലവിൽ പ്രശ്നമുള്ള മണ്ണിൽ വീണ്ടും ഇഞ്ചക്ട് ചെയ്യണം. ഇത് ഡോക്ടറെ പറയുമ്പോൾ ഡോക്ടറുടെ ഒരു സമീപനം എങ്ങനെയാണ്? അല്ല, ഡോക്ടർക്ക് ആ നേരത്ത് എന്താ പറയാ ഒരുമാതിരി തപ്പിത്തരുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു റിയാക്ഷൻ കണ്ടപ്പോൾ നമുക്കൊരു പന്തികേട് തോന്നി. അങ്ങനെയാണ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഈ മരുന്നും അവിടെ കിട്ടാത്ത മരുന്നുമായിരുന്നു പുറത്തു വാങ്ങിയത്? ഞാൻ 2-3 സ്ഥലത്തെല്ലാം സെർച്ച് ചെയ്തു. അങ്ങനെ ഡോക്ടർ തന്ന ഇതനുസരിച്ചാണ് ഞാൻ മരുന്ന് കഴിച്ചത്. 6000 രൂപ കൊടുത്ത് പുറത്തു വാങ്ങിയ മരുന്നാണ്? അതെ അതെ അതെ. അപ്പൊ അതിന്റെ നഷ്ടപരിഹാരം അങ്ങനെയെല്ലാം പറയുന്നുണ്ടോ? നഷ്ടപരിഹാരം എന്തായാലും ഇനി ഡയറക്ടർ സംസാരിച്ച് നോക്കണം. ബാക്കിയുള്ള ചികിത്സ നമ്മുടെ ഇപ്പൊ ഏതായാലും മാറി കുത്തിവെച്ചു, ആ ഒരു ക്യാഷ് നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും ബാക്കിയുള്ള കേസ് ഞാൻ എന്തായാലും ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ചികിത്സപ്പിഴവ് തന്നെയാണ്. പോലീസിൽ പരാതി നൽകുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കന്റോൺമെന്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ പോയാണ് കൊടുത്തത്. ഇന്നലെ ഞാൻ 112-ൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് ഡയറക്റ്റ് അവിടെ പോയി പരാതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മയ്ക്കിപ്പം വാർഡ് ചികിത്സയിലാണെന്ന് തോന്നുന്നു അല്ലേ? അതിപ്പോ വാർഡ് ചികിത്സയിലാണ്. ഇപ്പം ഏകദേശം ഇന്ന് ഡിസ്ചാർജ് ആവും. ഇതാണ് അവസ്ഥ. കണ്ണ് മാറി കുത്തിവയ്പ് എടുക്കുന്നു. ചികിത്സാപ്പിഴവ് നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ്. ഇത് അതീവ ഗുരുതരമായ ചികിത്സാപ്പിഴവാണ് തിരുവനന്തപുരം കണ്ണാശുപത്രി ഉണ്ടാക്കിയത്. നമുക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കണ്ണാശുപത്രിയിലാണ് നിരവധി ആളുകൾ, സാധാരണക്കാരായ ആളുകളൊക്കെ വന്നു പോകുന്ന വലിയ മികച്ച ആശുപത്രി എന്ന പേരുള്ള ഒരു ആശുപത്രി കൂടിയാണ് തിരുവനന്തപുരം കണ്ണാശുപത്രി. അവിടെയാണ് ഇത്തരത്തിലൊരു ചികിത്സാപ്പിഴവ് ഉണ്ടായിരിക്കുന്നത്. രാവിലെയൊക്കെ വലിയ തിരക്കാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാകാറുള്ളത്. അത്തരമൊരു സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു കണ്ണാശുപത്രിയിൽ ഇത്രയധികം വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെയും അധികം തയ്യാറായിട്ടില്ല. അതുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പോലീസിലും ചികിത്സാ പിഴവിന് ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്.